കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന അച്ഛന്മാരും ഈ കേരളത്തിലില്ല. അമ്മയുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചു കൊണ്ടുപോയാൽ ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. എന്തുകൊണ്ട് ജിമിക്കിയും കമ്മലും ഹിറ്റായി മാറുന്നു എന്നുള്ളത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കണം. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഡോക്ടറൽ ഗവേഷണ പ്രബന്ധത്തിൽ ഗുരുതരമായ പിഴവ്. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നായ വാഴക്കുലയുടെ രചയിതാവിന്റെ പേരാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. Politics, I think politics is the art of changing impossible things of today to the possible things of tomorrow. So I can firmly say that Che Guevara led Cuban revolution along with Fidel at the age of 30s. ക്യൂബയിൽ പോകാൻ വേണ്ടി ഡൽഹിയിലെത്തി. എൻ്റെ 133ാമത്തെ രാജ്യത്ത് നിൽക്കുകയാണ്. അത് മധുര മനോഹര മനോജ്ഞ ക്യൂബയാണ്. ബെനീവദോസ് ആ ക്യൂബ, വെൽക്കം ടു ക്യൂബ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്പാനിഷ് ആണ് ഇവിടെ സംസാരിക്കുന്ന ഭാഷ, കൂടുതലും സ്പാനിഷ് ആണല്ലോ. ക്യൂബയിലേക്ക് പോകുമ്പോൾ ക്യൂബയെ പറ്റി കൂടുതൽ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ നമുക്ക് ക്യൂബൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഹാക്കൾക്ക് കുരുപൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം, കാരണം കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ സഹാക്കളും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ക്യൂബൻ യാത്രയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്തായിട്ട് ക്യൂബയെ കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്യൂബ എന്ന് പറയുന്നത് ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. വിലപ്പെരുപ്പവും അതുപോലെ തന്നെ പട്ടിണി, ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും. എന്താ ഉറക്കം വരുന്നു. അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ആണ് ആദ്യം വായിച്ചത്. പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ട് സഖാവിന്റെ റിവ്യൂ വായിക്കുമ്പോൾ തന്നെ ആ പുസ്തകം പെട്ടെന്ന് വായിക്കാൻ നമുക്ക് എല്ലാവർക്കും തോന്നും. ക്യൂബയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പുസ്തകം യഥാർത്ഥത്തിൽ ഇവിടെ പ്രചരിക്കുന്ന പല തെറ്റിദ്ധാരണകളെയും തിരുത്താനും ക്യൂബയെ ആഴത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നതാണ്. അതിൽ പ്രായോഗികമല്ല എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ക്യൂബ എന്നാണ് പറയേണ്ടത്. വെളിച്ചമില്ല, കറണ്ടില്ല, പവർ കട്ടാണ്. 6-7 മണിക്കൂർ പവർ കട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ലൈറ്റ് ഇല്ല. ആകെ ജനറേറ്ററുള്ള വീടുകളിലും ഹോട്ടലുകളിലും മാത്രമാണ് ലൈറ്റ് ഉള്ളത്. അതിന്റെ പ്രശ്നം ഇവിടെ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം. ഡീസലോ പെട്രോളോ ഇപ്പോൾ കിട്ടാനില്ല എന്നുള്ള കാര്യമാണ്. വെനിസ്വേലയിൽ നിന്നാണ് വന്നിരുന്നത്. അതെന്തോ ഇഷ്യൂ ഉണ്ട്, അത് വരുന്നില്ല. അതുകൊണ്ട് പെട്രോൾ പമ്പുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്ന് പോലുമില്ല. ഹോസ്പിറ്റലിൽ ആൾ പോയാൽ മരിച്ചാൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യവും വെളിയിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ല. കാരണം ഇപ്പോഴും ഇതൊരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലമാണ്. എങ്ങാനും ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 30 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. മീഡിയ എല്ലാം തന്നെ സ്റ്റേറ്റ് ഓൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വിവരങ്ങളും അറിയാനുള്ള മാർഗമില്ല. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, എല്ലാവരുടെയും ഉള്ളിൽ വാത്സല്യം തുളുമ്പുന്ന മനോഹരമായൊരു ഇടമാണ്. നോക്കൂ, ക്യൂബയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള നമ്മുടെ നാട്ടിലെ അങ്കനവാടി പോലെയുള്ള ഓല 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 ഓല. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ക്യൂബൻ ജനതയുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഹൃദയത്തിൽ തട്ടുന്നൊരു കാര്യം, ഇവരെങ്ങനെയാണ് ഫിദലിനെ സ്നേഹിക്കുന്നത്. ഇപ്പോഴും അവരുടെ മനസ്സിൽ ഫിദൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഈ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1959 വരെ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. പിന്നീടാണ് ഒരു മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത്, അതായത് ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് കാലമായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യമാണ്. എന്നാൽ ആ കാലത്തെ ബിൽഡിങ്സൊക്കെ അതിമനോഹരമാണ്, അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ അതിലൊരു പകുതിയും ഇപ്പോൾ തകർന്ന് വീണ് കഴിഞ്ഞു. കാരണം അത് നന്നാക്കാനൊന്നും ജനത്തിന് പൈസ ഇല്ല. നമ്മളെന്താണ് നന്നാക്കാത്ത ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ആഹാരം കഴിക്കണോ അതോ നന്നാക്കണോ, അതാണ് നമ്മുടെ ഒരു മുന്നിലെ പ്രശ്നം എന്ന് പറഞ്ഞു. ആ തരത്തിൽ
ഉള്ള ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ക്യൂബൻ യാത്രയിലെ ഏറ്റവും സവിശേഷമായ ഒരു ദൃശ്യം കാണാനാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗ്രാൻഡ്മ ഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സാന്തിയാഗോ ദി കുവയിലെ സഖാവ് ഫിദലിന്റെ ശവകുടീരത്തിന് മുന്നിലാണ് ഞങ്ങൾ. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. പക്ഷേ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക. ക്യൂബയിൽ ഒരു വണ്ടർഫുൾ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമാവാണെന്ന് ഞങ്ങൾ. അതായത് ഇവിടുത്തെ ഒരു പഴയ പാർക്ക് ഇപ്പൊ അത് തുരുമ്പിച്ചൊക്കെ പോയി, ആളുകളൊന്നും വരുന്നില്ല. എന്താ കണ്ടില്ലേ, തുരുമ്പൊക്കെ എടുത്തു പോയി പാർക്കില കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള തരിശു ഭൂമിയുണ്ട്. ആ തരിശു ഭൂമിയിൽ അവർ കൃഷി ചെയ്യാൻ പോവാണ്. നാളെയാണ് ഇതിന്റെ ഉദ്ഘാടനം. ആഹാരം വാങ്ങിക്കാനുള്ള ക്യൂ 1959 തൊട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി, റേഷൻ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കും. കേരളത്തെ ഓർപ്പിക്കുന്ന ധാരാളം കുഴികൾ. അമേരിക്കൻ സ്റ്റൈലിലുള്ള റോഡൊന്നുമില്ല കേട്ടോ, എല്ലാം കേരള സ്റ്റൈൽ റോഡുകളൊക്കെ തന്നെയാണ്. സ്വാഭാവികം. വീണ്ടും ചേട്ടാ, നമ്മുടെ കുളിർമ, തനിമ, നീലിമ നമ്മൾ അവിടെ നോക്കുന്നില്ല, ഞങ്ങളുടെ ഏരിയ നോക്കുന്നത്, ഞങ്ങളുടെ പ്രദേശം ഞങ്ങൾ അതാ നോക്കുന്നത്.